ഹലോ, ഇന്ന് നമുക്ക് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമേ. ഈസി ആയിട്ട് നമുക്കിത് പിന്നീട് ഇതൊന്ന് വൺസ് ഫ്രോസൺ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന പോലെ എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ മോളിൽ പോയപ്പം സഫാരിയിൽ നിന്ന് വാങ്ങിയത് ഗ്രേറ്റഡ് കോക്കനട്ട് വാങ്ങി. ഞാനത് ഒരു ബോക്സിലേക്ക് അതിനെ ഞാൻ സ്പ്രെഡ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഇത് ബോക്സിലേക്ക് ജസ്റ്റ് നമ്മൾ ഇട്ടിട്ട് ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതിയേ. ഇതേമാതിരി ഞാൻ ബോക്സിന് എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മളിതിനെ ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രിഡ്ജിലല്ല, നമ്മളിതിനെ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. നമ്മളിതിനെ ഫ്രീസറിൽ നിന്ന് വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊരു പീസായിട്ടായിരിക്കുന്നത്, ഒറ്റ പീസായിട്ട്. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്നൊരു കറിയിലൊക്കെ എടുക്കാനൊരു ഇച്ചിരി എടുക്കാനൊന്നും പറ്റത്തില്ല. ഇതിനെ നമ്മൾ ഈ കട്ടയൊന്ന് പൊടിച്ച് വെക്കണേ. ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഫോഴ്സ് ചെയ്തൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ട എല്ലാം പൊടിയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇപ്പോൾ എല്ലാം വേർപെട്ട് ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കുക, കട്ടയെല്ലാം പോയി. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതിനെ എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രീസറിൽ വെച്ച് എടുത്ത് ഇതിനെ പൊടിച്ചതാണ്. ഇതിനെ നമുക്ക് സീൽ ബാഗിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുത്താലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഈസി കുക്കിംഗ് ടിപ്പുമായി ഞാൻ വരുന്നതായിരിക്കും. Please subscribe and like. Here, cooking with me, signing off. Bye bye.